സദ്യയിലുള്ള ഐറ്റംസ് ഞാൻ പറയാം. സാമ്പാർ, അവിയൽ, ബീട്രൂട്ട് പച്ചടി, പൈനാപ്പിൾ പച്ചടി, ഓലൻ, കൂട്ടുകറി, മീൻകറി, കാളൻ, മസാലക്കറി അല്ലെങ്കിൽ വടക്കൂട്ടുകറി. ഞാൻ ട്രിവാൻഡ്രം, എൻ്റെ സ്ഥലം തൃശ്ശൂരാണെങ്കിലും എനിക്ക് വടക്കൂട്ടുകറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ വട ഫ്രൈ ചെയ്തിട്ടിട്ട് പൊട്ടറ്റോ ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നൊരു കറി. അപ്പോൾ അതും നല്ലൊരു ഓപ്ഷനാണ്. വടക്കൂട്ടുകറി അല്ലെങ്കിൽ മസാലക്കറി, ഇതിലേതെങ്കിലും ഒന്ന്. പിന്നെ അച്ചാർ, ഇഞ്ചിപ്പുളി, വെണ്ടയ്ക്ക, കിച്ചടി, പിന്നെ 2 തരം പായസമാണ് ഞാൻ എല്ലാ വർഷവും ഉണ്ടാക്കാറ്. പാലട, എൻ്റെ പരിപ്പ്, പിന്നെ പപ്പടം, ചിപ്സ്, പഴം. ഇത്ര ഐറ്റംസാണ്. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ റെസിപ്പി വീഡിയോ ഒന്നുമല്ല. ഈസിയായിട്ട് എങ്ങനെ സദ്യ ടെൻഷനൊന്നും ഇല്ലാണ്ട് ഓണത്തിൻ്റെ അന്ന് ഇലനാറയെ വിഭവങ്ങളായിട്ട് ഒരു അടിപൊളി സദ്യ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് തരാം. ഓണം സദ്യയിൽ എനിക്ക് വേണ്ട സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനിതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റൈസ് തൊട്ടിട്ട് സദ്യയിൽ ഇലയിൽ വയ്ക്കുന്ന ചിപ്സ്, പഴം വരെ ഞാനിതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഈസി ആയിരിക്കും. കാരണം നമുക്കൊരു ഐഡിയ ഉണ്ടാവും, നമുക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ ലിസ്റ്റിലുള്ള എല്ലാ ഐറ്റംസും ഒരു ദിവസം തന്നെയാണ് വാങ്ങിച്ചത്. ഇവിടെ ദേദിൽ ലുലു എക്സ്പ്രസ് ആണ്. വെജിറ്റബിൾസൊക്കെ നല്ല ഫ്രഷായിട്ട് കിട്ടുന്നൊരു സ്ഥലം. പിന്നെ ഷാർജ കോപ്പറേറ്റീവ് ആണ്. അപ്പോൾ മിക്കതും നമ്മൾ ലുലുവിലാണ് പോവാറ്. അപ്പോൾ സദ്യക്ക് മെയിനായിട്ട് വേണ്ട പപ്പടം, അതുപോലെ ശർക്കര, പുളി, അതൊക്കെ വാങ്ങി. എൻ്റെ ലിസ്റ്റിൽ ഉള്ള എല്ലാ ഐറ്റംസും ഞാൻ ഈ സമയത്ത് വാങ്ങിച്ചു കേട്ടോ. ബീട്രൂട്ട് എടുക്കുമ്പോൾ സ്കിന്നൊന്ന് മാറ്റി നോക്കുക, നല്ല കളർ ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. ബീട്രൂട്ട് പച്ചടിക്ക് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കളർ കിട്ടില്ല. പിന്നെ ഇഞ്ചിയും പുളിക്ക് ഇഞ്ചി സെലക്ട് ചെയ്യുമ്പോൾ നല്ല മെച്യൂറായിട്ടുള്ള ഇഞ്ചി നോക്കി വാങ്ങാം. പിന്നെ ബാക്കി എല്ലാ വെജിറ്റബിൾസും എടുത്തു. സാമ്പാർ, അവിയൽ, അങ്ങനെ എല്ലാത്തിനുള്ള ഐറ്റംസ് എടുത്തു. ഇതുപോലെ ഡിഷസ് ലിസ്റ്റ് ചെയ്തിട്ട് അതിന് വേണ്ട ഐറ്റംസ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ്. നമ്മൾ ഓവറായിട്ടും വെജിറ്റബിൾസ് വാങ്ങില്ല. അപ്പോൾ പച്ചക്കായൊക്കെ ആണെങ്കിൽ 2-3 എണ്ണം മതിയാവും. അങ്ങനെ അപ്പോൾ ഓണസദ്യയിൽ ആയാലും ഏത് സദ്യ ആയാലും എന്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഉണ്ടാക്കുന്ന ആ ഒരു ഐറ്റംസ്, അതായത് ഇപ്പോൾ വെജിറ്റബിൾസിൻ്റെ ഫ്രഷ്നെസ് നമ്മൾ ആദ്യം നോക്കുക. ഓണത്തിന് മുന്നേ ഒരു 4 ദിവസം മുന്നേ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇഞ്ചിപ്പുളി അച്ചാറാണ് ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ അതിന് വേണ്ട ഇഞ്ചി, അതുപോലെ അച്ചാറിന് ഏത് അച്ചാറാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ അച്ചാറിന് വേണ്ട ഐറ്റംസ് നമ്മൾ പർച്ചേസ് ചെയ്യുക. ഇപ്പോൾ ഡെയിലി പുറത്ത് പോകുന്നവരാണെങ്കിൽ ഡെയിലി വാങ്ങിക്കണമായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഞാൻ എല്ലാ വെജീസും ഒരുമിച്ച് പർച്ചേസ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, ഞാനതെന്തായാലും 2 ദിവസത്തിനുള്ളിൽ കുക്ക് ചെയ്ത് വെക്കും. അപ്പോൾ ആ കളർ ചേഞ്ചും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മുഴുവനായിട്ട് ഒരു ദിവസം തന്നെ വാങ്ങിച്ചത്. ഇഞ്ചിപ്പുളി ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ നേരത്തെ കൂട്ടി പുളി വെള്ളത്തിലിട്ട് വെക്കുക. പുളി സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് കളറ് ഡാർക്കായിട്ടുള്ള പുളി എടുക്കുക. അതുപോലെ ശർക്കര ആയാലും കുറച്ച് ഡാർക്കായ ശർക്കര എടുക്കുകയാണെങ്കിൽ ഇഞ്ചിപ്പുളിക്ക് നല്ല കളർ ഉണ്ടാവും കേട്ടോ. ഇഞ്ചിയൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതൊന്ന് സൈഡിലേക്ക് ഒതുക്കിയിട്ട് കടുകൊക്കെ താളിച്ച് കഴിഞ്ഞാൽ അതും കുറച്ചും കൂടി ഈസിയാണ്. അതുപോലെ പുളിവെള്ളം ഇതുപോലെ ഒരു അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കുക. കാളനൊക്കെ കുറച്ചൊന്ന് ഇരിക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ടേസ്റ്റ്. അപ്പോൾ കാളനൊക്കെ നമുക്ക് ആദ്യമേ ചെയ്ത് വയ്ക്കാം. അങ്ങനെ കാളനും കൂട്ടുകറിക്കും സെയിം ചേനയും പച്ചക്കായാണ് വേണ്ടത്. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഒരുമിച്ച് തന്നെയാണ് കുക്ക് ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഇപ്പം ഞാൻ നേരത്തെ കൂട്ടി വെജിറ്റബിൾ വാങ്ങിച്ച കാരണം ഇത് കുക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. കാളനും കൂട്ടുകറിയും ഇപ്പം ഉണ്ടാക്കുന്നില്ല, പകരം ഇത് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്ത് വെക്കുന്നു മാത്രം. ഉപ്പ്, മഞ്ഞൾപ്പൊടി അതിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്ത് വയ്ക്കുക. അതുപോലെ പച്ചക്കായയുടെ തോല് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതൊരു ഉപ്പേരിയായിട്ട് സദ്യയിൽ വിളമ്പാം. അതൊരു കവറിൽ കെട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. തലേദിവസം എടുത്ത് കുക്ക് ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ കായത്തോല് മാത്രം ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്ത് വെക്കണമെങ്കിൽ വെക്കാം. പിന്നെ ചേനയിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അത് അവിയലിലേക്ക് വേണ്ടിയിട്ടാണ്. അവിയലിന് ഞാൻ ക്യാരറ്റ്, ചേന, ഉരുളക്കിഴങ്ങ്, പച്ചക്കായ ഇത്രയും മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അതുപോലെ കൂട്ടുകറിക്ക് കടല ഇടയും കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതും കുക്ക് ചെയ്ത് മാറ്റി വയ്ക്കും. എന്നിട്ട് എന്നാണോ കൂട്ടുകറി ഉണ്ടാക്കുന്നത് അന്ന് ഇതെല്ലാം ഒരുമിച്ചാക്കി കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യണം. കാരണം ഞാൻ ഈ കുക്ക് ചെയ്തതിൽ മുളക് പൊടി ആഡ് ചെയ്തിട്ടില്ല. അതുപോലെ കാളനിൽ പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്യാൻ വേണ്ട ഒരു സംഭവം തേങ്ങയാണ്. അപ്പോൾ അത് നേരത്തെ തന്നെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ടെൻഷനില്ല. അല്ലെങ്കിൽ ഓരോ കറി ഉണ്ടാക്കുമ്പോഴും നമ്മൾ ആ സമയത്ത് അതിന് വേണ്ട തേങ്ങ സെറ്റ് ചെയ്യാൻ നിൽക്കേണ്ടി വരും. നമ്മൾ ലുലുന്നാണ് എപ്പോഴും തേങ്ങ വാങ്ങാറ്. പക്ഷേ ഇപ്പോൾ ലുലുവിൽ മുഴുവൻ തേങ്ങ കിട്ടാനില്ല. അവർ ബോക്സ് മാത്രമേ ഇപ്പോൾ വെക്കുന്നുള്ളൂ. കാരണം ചൂടായതുകൊണ്ട് തേങ്ങ പെട്ടെന്ന് കേടാവും. അപ്പോൾ നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്ന സമയത്ത് തന്നെ
ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ മുഴുവൻ തേങ്ങയായാലും പുറത്തിരുന്ന് ഈ ചൂടിൽ കേടാവുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉടയ്ക്കുമ്പോഴാണ് പൊട്ടയായി മനസ്സിലാവുക. അപ്പോൾ ലുലുവിൽ ഞാൻ സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരുപാട് കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ട്, അതുകൊണ്ട് മുഴുവൻ തേങ്ങ വിൽക്കണ്ട എന്നാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ബോക്സ് തേങ്ങയ്ക്ക് 3.25 ദിറംസ് വരുന്നുണ്ട്. ആ സെയിം റേറ്റ് തന്നെയാണ് നമുക്ക് മുഴുവൻ തേങ്ങയ്ക്കും വരുന്നത്. പക്ഷേ ഒരു ബോക്സിൽ ഒരു മുഴുവൻ തേങ്ങ ഉണ്ടാവില്ല. അപ്പോൾ അത് നമുക്ക് ഒരുപാട് നഷ്ടമാണ്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇതേപോലത്തെ തേങ്ങ കിട്ടും. കൂട്ടുകറിയിൽ മെയിൻ എന്ന് പറയുന്നത് തേങ്ങ വറുത്തതാണ്. അപ്പോൾ അതും ഞാൻ നേരത്തോടെ ചെയ്ത് വയ്ക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 5-6 പിടി തേങ്ങ വറുത്ത് വയ്ക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് ഞാൻ മസാലക്കറിക്ക് വേണ്ടിയിട്ടും എടുക്കും. അപ്പോൾ മസാലക്കറി ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് ചൂടാക്കിയിട്ട് അതിൽ ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്താൽ മതിയാവും. ഇതിപ്പോൾ എയർ ടൈറ്റായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാൻ ആവശ്യമുള്ളപ്പോൾ മാത്രം എടുക്കാം. ഇനി മെയിനായിട്ടുള്ളത് മീനില്ലാത്ത മീൻ കറിയാണ്. നമ്മൾ സദ്യ വെജിറ്റേറിയൻ ആയതുകൊണ്ട് നോൺ വെജ് മിസ് ചെയ്യണവർക്ക് നല്ലൊരു ഓപ്ഷനാണ് മീൻ കറി. മീനില്ലാത്ത മീൻ കറിയും അതുപോലെ മസാലക്കറിയും ഒക്കെ. അപ്പോൾ അതും സെറ്റ് ചെയ്തു. നമ്മൾ ഇഞ്ചിപ്പുളി കറക്റ്റ് പാകത്തിനായിട്ടുമുണ്ട്. അങ്ങനെ ഇനി പൈനാപ്പിൾ പച്ചടിക്കുള്ള പൈനാപ്പിൾ കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാൻ പൈനാപ്പിൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് കുക്ക് ചെയ്ത് വെച്ചു. ഓണത്തിൻ്റെ തലേദിവസം തൈര് തേങ്ങ ഒക്കെ ആഡ് ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ ഓണത്തിൻ്റെ അന്ന് രാവിലെ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ അപ്പോഴായാലും ചെയ്യാം. ഇത് ആ ബീട്രൂട്ട് ഉപ്പ് മാത്രം ഇട്ടിട്ട് കുറച്ച് വെള്ളത്തിൽ അത്യാവശ്യം വലിയ പീസസ് ആയിട്ട് തന്നെയാണ് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇത് ഞാൻ പച്ചടി ആക്കുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്യും. വീണ്ടും നമ്മൾ ഇങ്ങനെ കുക്ക് ചെയ്ത് വെക്കുകയാണെങ്കിലും അല്ലെങ്കിലും ഒരുമിച്ച് ചെയ്യുക. ഇപ്പോൾ ഒരു പാത്രത്തിൽ ബീട്രൂട്ട് വേവിക്കുക, ഒരു പാത്രത്തിൽ പൈനാപ്പിൾ വേവിക്കുക. എന്നിട്ട് രണ്ടിൻ്റെ അരപ്പ് സെയിം തന്നെയാണ്. അതായത് തേങ്ങ, ജീരകം, കടുക്, പച്ചമുളക് ഇത് ഒരുമിച്ച് അരയ്ക്കുക. രണ്ടിലേക്കും വേണ്ടിയുള്ളത് ഒരുമിച്ച് അരയ്ക്കുക. പകുതി ഇതിൽ ആഡ് ചെയ്യുക, പകുതി ഇതിൽ ആഡ് ചെയ്യുക. തൈരും ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഒരുമിച്ച് ബ്ലെൻഡ് ചെയ്യുക. ഇതിൽ ആഡ് ചെയ്യുക. അഥവാ നിങ്ങൾക്ക് ഈ വൈബ്രൻ്റ് പിങ്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ചെയ്യാറുള്ള മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താളിക്കുന്നതിന് മുമ്പ് വീണ്ടും മിക്സിയുടെ ജാറിലോട്ട് ഇത് കറി ചൂടാറിയതിന് ശേഷം ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യും. ആ കളറ് നമ്മൾ ഉദ്ദേശിച്ച അടിപൊളി കളറ് കിട്ടും. നമ്മൾ ആ ഇലയുടെ ആ പച്ച കളറിൻ്റെ ഒപ്പം ഈ പിങ്ക് കളറിൽ കോൺട്രാസ്റ്റ് വരുമ്പോൾ നമ്മുടെ സദ്യ വേറൊരു ലെവലാട്ടോ. അതുപോലെ പൈനാപ്പിൾ പച്ചടിയിൽ നമ്മൾ മുന്തിരി ചേർക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കുക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ആറിയതിന് ശേഷം മാത്രം ആഡ് ചെയ്യുക. അല്ലെങ്കിൽ ആ മുന്തിരി അതേ ചൂടിൽ കിടന്ന് കുക്കായി പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ തലേ ദിവസമൊക്കെ പൈനാപ്പിൾ പച്ചടി മൊത്തത്തിൽ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ഇതിരി ആഡ് ചെയ്യാറ്. അത് ആഡ് ചെയ്യേണ്ട. ഓണത്തിൻ്റെ അന്ന് രാവിലെ നമ്മൾ കറി ചൂടാക്കില്ലേ, ആ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി സാമ്പാറിന് വേണ്ട സ്പൈസസ് ഒക്കെ ഫ്രൈ ആക്കിയിട്ട് അത് പൊടിച്ചെടുക്കാൻ വേണ്ടി സെറ്റാക്കാം. ചൂടാറുമ്പോൾ ഇത് പൊടിച്ചെടുക്കുക. എന്നിട്ട് എയർ ടൈറ്റായിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. പായസത്തിനുള്ള പരിപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. പരിപ്പ് നന്നായി വാഷ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ സ്ട്രെയിൻ ചെയ്ത് കളഞ്ഞ് നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം പരിപ്പ് വേവിച്ചെടുക്കുക. അത് കടലപ്പരിപ്പ് കൊണ്ടാണ് ഞാൻ എപ്പോഴും പരിപ്പ് പായസം ഉണ്ടാക്കാറ്. സ്പൂൺ ഗീ ഒഴിക്കുന്നുണ്ട്. ഇതിന് മുമ്പും കാണിച്ചിട്ടുണ്ട്. ഇത് ടേസ്റ്റിയിലെ നെയ്യാണ്, നല്ല നാടൻ നെയ്യാട്ടോ. അതിൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. നല്ലൊരു ടെക്സ്ചറുണ്ട്, അതുപോലെ നല്ല ഫ്ലേവറുമാണ്, നല്ല ക്വാളിറ്റിയും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കണം എന്ന് വെച്ചാൽ ടേസ്റ്റി എന്ന് പറഞ്ഞിട്ട് ഇവരെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അതിൽ അവരുടെ വാട്സപ്പ് നമ്പറൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇനി പരിപ്പൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു റോസ്റ്റ് സ്മെല്ല് ഉണ്ടാവും ഈ പരിപ്പിന്. അത് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഗീയിൽ നമ്മൾ റോസ്റ്റ് ചെയ്യണം. അതിനുള്ള പരിപ്പ് നന്നായി കുക്കാവണം. അപ്പോൾ ഇതൊക്കെ നേരത്തെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പകുതി ടെൻഷൻ ഒഴിവാകും. അതുപോലെ ഏലക്കപ്പൊടി, ചുക്കുപൊടി, ജീരകപ്പൊടി ഇതൊക്കെ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കുക. അല്ലെങ്കിൽ പിന്നെ പായസം ആവണ സമയത്ത് നമ്മളിതൊക്കെ പൊടിക്കാൻ നിൽക്കേണ്ടി വരും. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് സദ്യ റെഡിയാക്കാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓണത്തിൻ്റെ തലേദിവസം തന്നെ ചെയ്ത് വയ്ക്കുകയായിരിക്കും നല്ലത്. പായസം 2 പായസമായാലും പാലട ആയാലും പരിപ്പായാലും തലേദിവസം തന്നെ ചെയ്ത് വയ്ക്കുകയായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അതിനൊരു ദിവസം മുന്നേ ഇതുപോലെ പരിപ്പും കാര്യങ്ങളൊക്കെ വേവിച്ച് വെച്ചാൽ പാലടയ്ക്കായാലും അവിടെ നേരത്തെ കുക്ക് ചെയ്ത് വാഷ് ചെയ്തിട്ട് ഒന്ന് ഡ്രെയിൻ ചെയ്തിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചു, കുഴപ്പമില്ല. പിന്നെ ഒന്ന് കുറച്ച് മുമ്പ് പാലിൽ ആഡ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് നേരം മുമ്പ് പുറത്തെടുത്ത് വെച്ചാൽ തണവൊന്ന് വിടിയിച്ചാൽ മതി.
അപ്പോഴായാലും കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അതിനായിട്ടുള്ള ഐറ്റം പാലടയാണ്. ഇത് സൂരജ് മട്ട പാലട. ഇത് ഇതുപോലെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇവിടെ കിട്ടുമെന്ന് യുഎഇയിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇത് 200 ഗ്രാമിൻ്റെ ഒരു പാക്കാട്ടോ. ഇതാ ഇതിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും മട്ട കളറിലാണ്. വൈറ്റ് കളറിലുള്ള അട വെച്ച് ചെയ്യുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റായിട്ട് എനിക്ക് തോന്നാറില്ല. ഞാൻ എപ്പോഴും ഈ ബ്രാൻഡ് വെച്ചിട്ട് തന്നെയാണ് പാലട ഉണ്ടാക്കാറ്. നാട്ടിൽ നിന്ന് ഇതിപ്പോൾ ഞാൻ നാട്ടിൽ എൻ്റെ അവിടെ വാടാനപ്പള്ളിയിൽ ഗീത സൂപ്പർ മാർക്കറ്റിൽ എപ്പോഴും ഈ പാലട ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് എപ്പോഴും പർച്ചേസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കുക്കർ പാലടയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിങ്ക് കളർ വരണമെങ്കിൽ എന്തായാലും കുക്കറിൽ 1 മണിക്കൂറോളം പാലിരിക്കണം. അപ്പോൾ അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യുക തലേദിവസം. ഒന്നില്ലെങ്കിൽ മോർണിംഗിൽ പാൽ ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ട് നൈറ്റ് പാലട ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ചൂടാറി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് ഓണത്തിൻ്റെ അന്ന് ഒന്ന് ജസ്റ്റ് ചൂടാക്കിയാൽ മതിയാവും. പായസത്തിന് കട്ടി കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ പാല് ആ ചൂടാക്കുന്ന സമയത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. എപ്പോഴും മട്ട പാലട കൊണ്ട് തന്നെ പാലട ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. ഇതിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത 2 ഐറ്റംസാണ് കായ വറുത്തതും അതുപോലെ ശർക്കര വരട്ടിയും. നമുക്ക് ഉണ്ടാക്കാൻ ടൈം ഉണ്ടെങ്കിൽ ഇത് ഓണത്തിന് ഒരു ആഴ്ച മുന്നേ ഉണ്ടാക്കി വയ്ക്കുക, അതായിരിക്കും ബെറ്റർ. ഇതിപ്പോൾ എനിക്ക് നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു നാട്ടിലെ പറ്റി, ആ വീഡിയോയിലുണ്ട്. പഴം ഓണത്തിൻ്റെ തലേ ദിവസം വാങ്ങിച്ചാൽ മതിയാവും. അവിയലിന് വേണ്ട കഷ്ണങ്ങളൊക്കെ നമുക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെക്കാം. തേങ്ങാരപ്പ് മാത്രം ഓണത്തിൻ്റെ അന്ന് ചേർത്താൽ മതിയാവും. അതുപോലെ മോരൊന്നും ഫ്രഷായിട്ട് ഉണ്ടാക്കുമായിരിക്കും നല്ലത്. രസം വേണമെങ്കിൽ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വയ്ക്കാം. അതുപോലെ സദ്യ പരിപ്പും തലേദിവസം തന്നെ റെഡിയാക്കി വെക്കാവുന്നതാണ്. അതുപോലെ വെണ്ടയ്ക്ക കിച്ചടിക്ക് വേണ്ട വെണ്ടയ്ക്ക, പാവയ്ക്ക, കൊണ്ടാട്ടം അതൊക്കെ ഫ്രൈ ചെയ്യണ സമയത്ത് തന്നെ പപ്പടം കൂടെ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓയിലിൻ്റെ യൂസും കുറയ്ക്കാൻ പറ്റും. ഇനി വെണ്ടയ്ക്കയും പാവയ്ക്കൊക്കെ നേരത്തെ ഫ്രൈ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക. ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. പപ്പടം അതുപോലെ ക്രിസ്പി ആയിട്ട് തന്നെ ഇരുന്നോളൂ. അല്ലാത്ത മീൻകറി ഞാൻ ഉണ്ടാക്കി വെച്ചത് ഈ ഒരു ചെറിയ ബൗളിലേക്ക് മതി. ഇതിൽ കുറച്ചും കൂടെ തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് ഒഴിക്കണം. അപ്പോൾ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി ഉണ്ടാവും. എല്ലാവരും കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കിയാൽ മതിയാവും. കാരണം നമ്മൾ ഒരു സ്പൂൺ അല്ലേ ഇതൊക്കെ വയ്ക്കുള്ളൂ. പിന്നെ എക്സ്ട്രാ വാങ്ങുന്നവരും 1 സ്പൂൺ 2 സ്പൂൺ കാരണം ഒരുപാട് കറികളുണ്ടാവും. അപ്പോൾ എല്ലാം കുറച്ച് ഉണ്ടാക്കിയാണ് എൻ്റെ ഓണം പ്രിപ്പറേഷൻസും കാര്യങ്ങളും. അപ്പോൾ നമ്മൾ ഓരോ കറി ഉണ്ടാക്കി വെക്കുമ്പോഴും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്യുക ഒരു സമാധാനത്തിന്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞു എന്നുള്ളത് നമുക്കൊരു അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കൊരു സമാധാനമാണ്. ഫാമിലിയുടെ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാ മൊമെൻറ്റ്സും എൻജോയ് ചെയ്യുക. അപ്പോൾ ഒരുപാട് പേർക്ക് ഇങ്ങനെ സദ്യ ഉണ്ടാക്കണ ഇഷ്ടമല്ല, അവർ ഓർഡർ ചെയ്യാറുണ്ട്. അതും നമ്മൾ ഓരോരുത്തരുടെ താല്പര്യമാണ്. ഇത്രയൊക്കെയാണ് എൻ്റെ ഓണം പ്രിപ്പറേഷൻസ്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. എല്ലാവർക്കും ഹാപ്പി ഓണം. ഇനിയിപ്പോൾ ഓണത്തിൻ്റെ അന്ന് സദ്യ കഴിക്കണം, ആ ഒരു എക്സൈറ്റ്മെൻറ്റാണ്. അപ്പോൾ ബൈ.